ഒരു നിക്ഷേപകന്റെ പുതിയ ഡയറിക്കുറിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതു സമയത്താണ് നിക്ഷേപിക്കേണ്ടത്? മാർക്കറ്റ് ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ നിക്ഷേപിക്കാമോ? മാർക്കറ്റ് ഇടിയുമ്പോൾ നിക്ഷേപിച്ചാൽ മാത്രമേ ലാഭമുള്ളൂ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ഓരോ നിക്ഷേപകനും മനസ്സിൽ ഉയരാറുണ്ട്. ഇതിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിനായി 2015 മുതൽ 2024 വരെ 10 വർഷം ഓരോ വർഷവും 10,000 രൂപ വീതം 2 അവസരത്തിൽ നിക്ഷേപിച്ചാൽ ഓരോ നിക്ഷേപകനും എത്രയായിരിക്കും ഫണ്ട് വാല്യൂ ആയി 10 വർഷത്തിന് ശേഷം ലഭിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാ വർഷവും സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അവസരങ്ങളിൽ മാത്രം 10,000 രൂപ വീതം 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര റിട്ടേൺ ലഭിക്കും? സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാ വർഷവും ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന അവസരങ്ങളിൽ മാത്രം 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരാൾക്ക് എത്ര റിട്ടേൺ ലഭിക്കും? 2015 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ നിഫ്റ്റി ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സമയങ്ങളിൽ മാത്രം നിഫ്റ്റി ബേസിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള അവസ്ഥയാണ് ഈ പിക്ചറിൽ കാണുന്നത്. 2015 ഏറ്റവും ഉയർന്ന NAV എത്രയാണ്, 2017 എത്രയാണ്, 2018 എത്രയാണ്, ഓരോ വർഷവും എത്രയാണ് ഏറ്റവും ഉയർന്ന NAV എന്നുള്ളത് ഇത് ലഭ്യമാണ്. ആ അവസരങ്ങളിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് എത്ര യൂണിറ്റ് വീതം ലഭിച്ചു എന്നുള്ളതും കാണാം. അങ്ങനെ 10 വർഷം ആ നിക്ഷേപകൻ ആകെ അക്യൂമുലേറ്റ് ചെയ്ത യൂണിറ്റ്സ് എന്ന് പറയുന്നത് 489.4 യൂണിറ്റുകളാണ്. 489.4 എണ്ണം ഇന്നത്തെ വാല്യുവേഷൻ ഏകദേശം 1,40,270 രൂപയാണ്. ഈ 10 വർഷം ഇങ്ങനെ നിക്ഷേപിച്ചപ്പോൾ ഒരു നിക്ഷേപകന് കിട്ടിയ XIRR വാല്യൂ എന്ന് പറയുന്നത് 8.1%. ഇനി അടുത്തതായി ഈ നിഫ്റ്റി ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന സമയത്ത് എല്ലാ വർഷവും 10,000 രൂപ വീതം നിഫ്റ്റി ബേസിൽ ഇടുമ്പോൾ എത്ര യൂണിറ്റ് നമുക്ക് മൊത്തം 10 വർഷം കൊണ്ട് ലഭിക്കുന്നു എന്ന് നോക്കിയാൽ 2015 110, 2016 115 ഇതൊക്കെയായിരുന്നു ഏറ്റവും കുറഞ്ഞ വാല്യുവേഷൻ. അങ്ങനെ 2024 ഏറ്റവും കുറഞ്ഞത് 240 ഈ 10 വർഷം ആകെ കളക്ട് ചെയ്ത് 595.6 യൂണിറ്റുകളാണ്. ഈ 595.6 വീതം കളക്ട് ചെയ്തപ്പോൾ ഇന്നത്തെ വാല്യുവേഷൻ എത്രയാണെന്ന് നോക്കാം. നിഫ്റ്റി ഏറ്റവും ഉയർന്ന സമയത്ത് മാത്രം വാങ്ങിയപ്പോൾ 1,40,270 രൂപ, അതായത് 40% ടോട്ടൽ റിട്ടേണും 8.1% ആനുവൽ റിട്ടേണും ലഭിച്ച സമയത്ത് നിഫ്റ്റി ഏറ്റവും താഴ്ന്ന അവസരത്തിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 1,70,600 രൂപയായി മാറി. അതായത് 70% റിട്ടേൺ, ഏകദേശം 30% അധിക റിട്ടേൺ ലഭിച്ചു. XIRR അതായത് ആനുവൽ റിട്ടേൺ ലഭിച്ചത് 12.9%. ഏകദേശം 5% അധികം റിട്ടേൺ നേടുകയുണ്ടായി. 2015 മുതൽ 2024 വരെ 10 വർഷം തുടർച്ചയായി നിഫ്റ്റി ബേസിന്റെ ഏറ്റവും ഉയർന്ന വിലയിലും നിഫ്റ്റി ബേസിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലും നിക്ഷേപിച്ച 2 വ്യക്തികൾക്ക് ഈ നിക്ഷേപം പിൻവലിക്കാതെ 10 വർഷം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസരത്തിൽ 2035 ഇവരുടെ NAV എത്രയായി മാറാം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. അതായത് ഈ നിക്ഷേപം പിൻവലിക്കാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന വിലയിൽ നിക്ഷേപിച്ച വ്യക്തിക്ക് 3,63,500 രൂപയും ഏറ്റവും താഴ്ന്ന വിലയിൽ നിക്ഷേപിച്ച വ്യക്തിക്ക് 4,42,500 രൂപയും ലഭിക്കുന്നു. അതായത് ഈ നിക്ഷേപം എത്ര വർഷം മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ അത്രയും ഇതിന് തമ്മിലുള്ള വ്യത്യാസം കുറയുന്നു. ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വലിയൊരു പാഠം, നിഫ്റ്റി ഏതവസരത്തിൽ നിക്ഷേപിച്ചാലും നമുക്ക് ഉയർന്ന റിട്ടേൺ ദീർഘകാലാടിസ്ഥാനത്തിൽ ലഭിക്കും എന്നുള്ളതാണ്.